വണക്കം. നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങളൊന്ന് നോക്കാം. ഇപ്പം അതായത് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ കുറേ ഒത്തിരി ഒത്തിരി രാമായണ സിനിമകൾ വന്നിട്ടുണ്ട്. കാരണം ഇന്ത്യൻ മിത്തോളജിക്കലായിട്ടുള്ളൊരു രാജ്യമാണ് ഇന്ത്യ. മിത്തോളജിക്കൽ ഹിന്ദുയിസം അതൊക്കെ കൂടുതലായിട്ടുള്ളതുള്ള ഒരു കൺട്രിയാണ് നമ്മുടെ ഇന്ത്യ. കാരണം ലോകത്തുള്ള എല്ലാം നമ്മുടെ ഇന്ത്യയിലുണ്ട്. നിങ്ങളൊന്ന് എന്ത് വേണമെങ്കിലും എടുത്തു നോക്കിയോ, യൂറോപ്യൻ കൺട്രീസൊക്കെ എടുത്തു നോക്കിയോ, ഓരോ രാജ്യത്തെ യൂറോപ്യൻസിലെ ഓരോ രാജ്യത്തെയും പ്രത്യേകതകൾ നമ്മുടെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഉണ്ട്. ഇപ്പോൾ നമ്മുടെ കേരളം എടുത്താൽ യൂറോപ്പിലെ ഒരു രാജ്യത്തിന് സമമായിരിക്കും നമ്മുടെ കേരളം. അതുപോലെ നമ്മുടെ തമിഴ്നാട്, നമ്മുടെ ഓരോ സംസ്ഥാനങ്ങളും എടുത്തോ, അവിടെ മഞ്ഞ് വേണോ, നമ്മുടെ കാശ്മീരിലുണ്ട്. മരുഭൂമി വേണോ, നമുക്ക് രാജസ്ഥാനിലുണ്ട്. പുഴകളും അരുവികളും മനോഹരമായ കാഴ്ചകളൊക്കെ വേണോ, നമ്മുടെ കേരളത്തിലോട്ട് വന്ന് നോക്ക്, എല്ലാം ഉണ്ട്. ഈ ലോകത്തുള്ള എല്ലാം തന്നെ നമ്മുടെ ഇന്ത്യയിലുണ്ട്. അപ്പം പറഞ്ഞു തന്നതല്ല, നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു പുരാണ മിത്തോളജിക്കലായിട്ടുള്ളൊരു രാജ്യമാണ്. അതായത് ഇവിടുത്തെ കൾച്ചർ അതാണ്, നമ്മുടെ സംസ്കാരം അതാണ്. അപ്പം നമ്മുടെ ഈ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഒരു ഇതിഹാസമാണ് രാമായണം. ഈ രാമായണം വെച്ച് കുറേ സിനിമകൾ വന്നിട്ടുണ്ട്. പക്ഷേ വീണ്ടും വീണ്ടും പടങ്ങൾ വരുവാണ്. അതിൻ്റെ എൻ്റെ ഒരു കണക്കൂട്ടൽ വെച്ച് നോക്കുകയാണെങ്കിൽ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതുവരെയുള്ള സിനിമകൾക്കൊന്നും യഥാർത്ഥ രാമായണം വെച്ച് എടുക്കാൻ പറ്റിയ ഒരു മാന്യ ഒരു പടത്തിൻ്റെ പൊട്ടൻഷ്യലി വന്നിട്ടില്ല ഒരു പടങ്ങളും. അതുകൊണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് ഇപ്പോൾ അടുത്ത കുറച്ച് നാൾ മുമ്പ് ആദിപുരുഷൻ എന്ന് പറയുന്ന സിനിമ വന്നായിരുന്നു. ആദിപുരുഷൊന്നും രാമായണം എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് സാധനമാണ്. അതിൻ്റെയൊക്കെ ഒരു പീക്ക് ലെവലിൽ ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ ഒന്നുമില്ല, അതിനപ്പുറമായി ഒന്നുമില്ല എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്ക്. നമ്മൾ മഹാഭാരതം മാറ്റിയത്, മഹാഭാരതം നോക്കേണ്ടത് അത് ഭയങ്കര ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. അല്ലാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ മറ്റൊരു സിനിമയായിട്ട് നോക്കുകയാണെങ്കിൽ രാമായണം അന്യമാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇപ്പോൾ രാമായണത്തിൻ്റെ പുതിയ പുതിയ സിനിമകളിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം ഇപ്പോൾ നാണ്ട രാമായണത്തിൻ്റെ പുതിയൊരു ഇത് വരുവാണ്. രൺബീർ കപൂറാണ്. അതുപോലെ തന്നെ യാശനത്ത് രാവണനാണെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ അന്യായ ഒരു സംഭവമാണ്. നമുക്ക് അതിൻ്റെ ഒരു ഗ്ലിംസോ അതിൻ്റെ ഒരു ടീസറോ വന്നിട്ടുണ്ട്, നമുക്കതൊന്ന് നോക്കാം. ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ ഹിന്ദു മിത്തോളജിക്കൽ പ്രകാരം നോക്കുകയാണെങ്കിൽ സൃഷ്ടിയുടെ ദേവനാണ് അറിയപ്പെടുന്നത്. എല്ലാം സൃഷ്ടിച്ചെടുത്തത് ബ്രഹ്മാവാണെന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ മഹാവിഷ്ണു എന്താ പറയുന്നത്, സ്ഥിതി എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമീകരിച്ച് സെറ്റാക്കുന്നു. എന്തെല്ലാം പ്രശ്നം ഉണ്ടായാലും അതൊന്ന്. പിന്നെ ശിവനെ അറിയാലോ, എല്ലാം നശിപ്പിക്കുന്ന ഒരു ദേവനാണ്, സംഹാരമൂർത്തിയാണ്. The war to end always began. Immortal story of Rama vs. Ravana. Ravana, power and revenge. ശക്തിയുടെയും പ്രതികാരത്തിൻ്റെയും രാവണനും, ധർമ്മവും സാക്രിഫൈസ്, ധർമ്മത്തിൻ്റെയും അതുപോലെ സാക്രിഫൈസ്. രക്ഷയില്ലെന്ന് തോന്നുന്നു കേട്ടോ. സായിഫല്ലയാണ് കേട്ടോ സീത. എന്താണ് ഒന്നുകൂടെ നോക്കിയിട്ട്. മ്യൂസിക് ഹാൻസ് സിമ്മറും റഹ്മാനും. ഇന്റർസ്റ്റെല്ലാറിൻ്റെ മ്യൂസിക് ഡയറക്ടർ അങ്ങേര് റഹ്മാൻ്റെ കൂടത്തി ഇതിന് മ്യൂസിക് ചെയ്തേക്കുന്നത്. അയ്യോ, ഇന്റർസ്റ്റെല്ലാർ സംഭവം. ഇന്റർസ്റ്റെല്ലാർ എന്ന് പറഞ്ഞാൽ ഹ്യൂജ് ഫാൻസുള്ള പടമാണ്. അതിനെപ്പറ്റി പറയാൻ ഞാൻ ആരുമല്ല. ഇന്റർസ്റ്റെല്ലാറിനെയൊക്കെ പറ്റി പറയാൻ ഞാൻ കൂടുതലും തമിഴ് സിനിമകളാണ് കാണാറുള്ളതും വിലയിരുത്താറുള്ളതും. ഹോളിവുഡിലോട് നമ്മൾ സംസാരിക്കുന്നില്ല. ഡയറക്ടർ നിതേഷ് തിവാരി. ഐമാക്സ് ഓൾമോസ്റ്റ് പോയാലെന്ന് പറഞ്ഞാൽ ഐമാക്സിലാണ്. ഓസ്കാർ അവാർഡൊക്കെ കിട്ടിയതിനെയാണ് പറ്റി പറയുന്നത്. രാമായണം രാമൻ്റെ അയനം, രാമൻ്റെ യാത്ര. രാമായണം എന്ന് പറഞ്ഞാൽ രാമൻ്റെ യാത്ര. എന്തായാലും പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആണ് കേട്ടോ. കാരണം ഒരു ട്രോളൊക്കെ ഒന്ന് കാണണം. സംഭവം എന്ന് പറഞ്ഞാൽ യാഷിനാണ് മൊത്തം സപ്പോർട്ട് മൊത്തം. യാഷിൻ്റെ
തീ സാധനമാണ് കേട്ടോ, എന്തൊക്കെ പറഞ്ഞാലും തീ സാധനമാണ്. പൊരിക്കും, ഇത് പൊരിക്കും. ഇത് ആദിപുരുഷല്ല സംഭവം, ഇത് എന്തോ പണിയിട്ടുണ്ട് സംഭവം, അടിപൊളിയായിട്ട് പണി വെച്ചിട്ടുണ്ട്. ഇൻ്റർനാഷണൽ ലെവലിൽ മാർക്കറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടീമാണ് കേട്ടോ ഇവരുടെ. മാർക്കറ്റ് ഇന്ത്യയുടെ സത്യം, അതായത് ഇന്ത്യയുടെ ചരിത്രം എന്ന രീതിയിലും രാമായണം ഒരു എപ്പിക്കാണ്, പുരാണമാണ്. അതിനെ രീതിയിൽ മാർക്കറ്റ് ചെയ്യാതെ സത്യം ചരിത്രം എന്ന രീതിയിൽ തന്നെ ഇതൊരു പ്രൊപ്പഗാണ്ടയാക്കി മാറ്റാൻ ശ്രമിക്കുന്നതാണ്. പിന്നെ അറിയാലോ, വാൽമീകി രാമായണത്തിൽ പിന്നെ ആധ്യാത്മിക രാമായണം ഒക്കെ പല രീതിയിൽ വ്യത്യസ്ത രീതിയിലുണ്ട്. പക്കയായിട്ട് എടുത്താൽ അടിപൊളിയായിരിക്കും. എനിക്ക് തോന്നുന്നല്ല, നമുക്ക് രാമനും രാവണനേക്കാളൊക്കെ ആ സിനിമയിൽ കാത്തിരിക്കുന്ന ഹനുമാനാണ്. ഹനുമാൻ്റെ ക്യാരക്ടർ മറ്റേ ബോബി ഡിയോളോ അങ്ങനെ അയാളങ്ങണ്ടാണെന്ന് പറയുന്നു. അത് പൊരിക്കുമായിരിക്കും എന്തായാലും ഒന്നുമില്ല. അത് ഫസ്റ്റ് ഷോ മസ്റ്റായിട്ട് പോയിരിക്കും. ഇതൊന്നും വിട്ടുള്ള കളി നമുക്കില്ലല്ലോ, നമ്മൾ വിട്ട് കളിക്കില്ല, അതെന്തായാലും ഉറപ്പാണ്. ഇത് വിട്ട് നമ്മൾ കളിക്കാറില്ല. പിന്നെ ഇതെന്താണ്, നമ്മുടെ വിജയ് സഖാവ്, പുള്ളിയുടെ പാർട്ടി തമിഴക വെട്രി കഴകം സ്ഥാനാർത്ഥിയായിട്ട് പുള്ളിയെ തന്നെ മുഖ്യമന്ത്രിയാക്കുമെന്ന് തീരുമാനിച്ചു. അതിപ്പോൾ സ്വാഭാവികമാണല്ലോ, പുള്ളിയല്ലേ ഈ സിനിമ ഈ പാർട്ടി രൂപീകരിച്ചത്. പുള്ളിയുടെ പാർട്ടി ചോദിച്ചാൽ പുള്ളിയെ തമിഴ്നാട് മുഖ്യമന്ത്രി ആകും. പുള്ളി പറഞ്ഞേക്കുന്ന അടുത്ത വർഷം തമിഴ്നാട് മുഖ്യമന്ത്രി ആകുന്ന. BJP ആയിട്ട് ADMK ആയിട്ടൊന്നും പുള്ളി ചേരുന്നില്ലെന്നാണ് പറയുന്നത്. അത് ADMK നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം വിജയ് വോട്ട് പിടിക്കുമെങ്കിൽ അത് മൊത്തം DMKയുടെ വോട്ടേ ഇവർ കൊണ്ടുപോകത്തുള്ളൂ വിജയ്. അപ്പോൾ ADMK BJP ഒറ്റ സഖ്യ കക്ഷിയാണ്. അപ്പോൾ ഇവർക്ക് നല്ലതാണ്. ഇവരുടെ ADMKയുടെ വോട്ട് കുറയും, വിജയ് കൂടുതൽ കൊണ്ടുപോകും, മറ്റവർക്ക് മജോറിറ്റി വോട്ട് കിട്ടും. അത് ADMK പാർട്ടിക്കും BJPക്കും നല്ലതാണ് ഒരു പക്ഷേ. എന്തായാലും 140 സീറ്റൊന്നും പിടിച്ച് വിജയ് മുഖ്യമന്ത്രി ആവുമെന്ന് തോന്നുന്നില്ല. ഒരു 10-15 കൊല്ലം കഴിയട്ടെ, എന്നിട്ട് നമുക്ക് ചിന്തിക്കാം. അതേ നടക്കത്തുള്ളൂ, അല്ലാതെ കൂടുതലൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. വിജയ് അങ്ങനെ അമ്മയെ തൊഴിലുറപ്പിന് വിടുന്നത് പണത്തിന് വേണ്ടിയല്ല, അമ്മയുടെ സന്തോഷമാണ്, അത് അമ്മ കൂടാണ്. ശരിയല്ലേ? കാരണം പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് പൈസ കൊണ്ട് വീട്ടിൽ ചുമ്മാ ഇരിക്കുന്നത് ബോറല്ലേ? അവർ ഫ്രണ്ട്സുമായിട്ടൊക്കെ പോയി ഒന്ന് ഒരു തൊഴിലുറപ്പൊക്കെ പോകുമ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ടിരുന്നത് അതല്ലേ ഒരു രസം. അതൊരു വേറെ ലെവലല്ലേ, രസമാണത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിലേക്ക് ചികിത്സയ്ക്കായി ഇന്ന് അദ്ദേഹം അമേരിക്കയിലേക്ക് പോകുമെന്നാണ് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ആർ ശ്രീജിത്ത് വിശദാംശങ്ങൾ നൽകും. ഈ ന്യൂസ് ഒന്ന് കേട്ട് ഇതെന്താ പഴയ ന്യൂസ് ഒക്കെ എടുത്ത് അടുത്തിടയ്ക്ക് നടന്ന പഴയ ന്യൂസ് കണ്ടല്ലേ, 10 കൊല്ലം മുമ്പ് കണ്ടുള്ളതല്ലേ? കാരണം ഇപ്പം നിലവിൽ ഇങ്ങനെ പോകാൻ വഴിയില്ലല്ലോ. കാരണം ആരോഗ്യ മേഖലയിൽ കേരളം നമ്പർ 1 അല്ലേ? അങ്ങനെ വരാൻ വഴിയില്ല. ഇത് പഴയ ന്യൂസ് എങ്ങനെയാണോ? അല്ല, പുതിയ ന്യൂസാണല്ലോ ഇത്. അതെങ്ങനെ സംഭവിച്ചു? ഇവിടുത്തെ സഖാക്കളൊക്കെ പറഞ്ഞു, ചിന്താരാജാറാവൊക്കെ പറഞ്ഞിട്ടില്ലേ ആരോഗ്യ മേഖലയിൽ കേരളം നമ്പർ 1 ആണെന്ന്? ഒരിക്കലും അങ്ങനെ വരാൻ വഴിയില്ല ഈ വീഡിയോ. പക്ഷേ ഇത് ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ന്യൂസാണ്. നമ്മുടെ സഖാവ് പിണറായി വിജയൻ അമേരിക്കയിൽ ചികിത്സിക്കാൻ പോവാണ്. വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ നമ്പർ 1 ആരോഗ്യ മേഖലയിൽ നമ്പർ 1 ആയ കേരളം അതെന്താണ് നമ്പർ 1 എന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല. ആരോഗ്യ മേഖലയിൽ കേരളം നമ്പർ 1 എന്ന് പറഞ്ഞ വ്യക്തികളല്ലേ ഇത്? എന്തിനാ പിന്നെ അമേരിക്ക പോകുന്നേ? ഇവിടെ നമ്പർ 1 മെഡിക്കൽ രംഗം നമ്പർ 1 ആയി ഇരിക്കുന്ന സമയത്ത് എന്തിനാണ് അമേരിക്കയിൽ പോയി ചികിത്സിക്കുന്നത്? അത് നമുക്ക് നാണക്കേടല്ലേ? നമ്മുടെ ഏറ്റവും വലിയ നേതാവ്, നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ നാട്ടിലെ ആരോഗ്യ മേഖല കൈവിട്ടിട്ട് വേറൊരു നാടിനെ ആശ്രയിച്ച് പോകുമ്പോൾ അത് നമ്മുടെ കേരളത്തിനല്ലേ നാണക്കേട്? വളരെ മോശമായിപ്പോയി കേട്ടോ, എന്തൊക്കെ പറഞ്ഞാലും സംഭവം വളരെ മോശമായിപ്പോയി. അപ്പം ഇന്നത്തോടെ ഗുഡ് ബൈ. ഇനി നാളെ കാണാം.